ഫ്രണ്ട്സ്, നമ്മളൊന്ന് ജസ്റ്റ് ഈവനിങ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം റെഡി ആകുമ്പോഴൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പം നമ്മളിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുവാണ്. ചേട്ടൻ പിന്നെയും വന്നു. കാറിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് മാത്രമേ ഇൻട്രോ എടുക്കാൻ പറ്റുന്നുള്ളൂ അല്ലേ നെച്ചാ? ഒരു ഹായ് കൊടുക്കൂ. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. നമ്മൾ താമസിക്കുന്നത് വില്ല അപ്പാർട്ട്മെൻറ്റ്സിലാണ് കേട്ടോ. അബുദാബിയിൽ ഫ്ലാറ്റിലല്ല, വില്ല അപ്പാർട്ട്മെൻറ്റ്സിലാണ്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ലേക്ക് ഷോർ ഡെന്റൽ ക്ലിനിക്കിലാണ്. ചേട്ടൻ്റെ പല്ലിൽ ബ്രേസസ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ലേക്ക് ഷോർ മെഡിക്കൽ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോവാൻ കേട്ടോ. 7 o'clock നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. നമ്മളൊരു 6:45 ഒക്കെ ആയിപ്പിക്കും അവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, തിരക്ക് നല്ല കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. ഡോക്ടറിൻ്റെ റൂമിൽ വേറൊരു പേഷ്യൻ്റ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ചേട്ടനിപ്പോൾ വിളിക്കുമെന്ന് തോന്നുന്നു. ഡോക്ടറിൻ്റെ റൂമിൽ വേറൊരു പേഷ്യൻ്റ് ഉണ്ട്. ചേട്ടനിപ്പോൾ ജസ്റ്റ് വിളിച്ചു, ചേട്ടൻ പോവാൻ കേട്ടോ. അപ്പോൾ ചേട്ടൻ പോയി വരട്ടെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടൻ ഡോക്ടറുടെ അടുത്ത് പോയിരിക്കും കേട്ടോ. നമ്മളിവിടെ വെയിറ്റിംഗ് ഏരിയയിലാണ്. ഞാനും നിച്ചുകൂടിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് പറയൂ. കുറച്ച് നേരം പിടിക്കും, ഒരു 30 minutes. അത് നമുക്ക് ചേട്ടൻ വരും കേട്ടോ. 30 minutes മതിയാകും. ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ചില ദിവസം വരുമ്പോൾ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. നിച്ചു ഇവിടെ എൻ്റെ ബാഗായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കുമ്പോൾ ഒന്നും അവൾ ബാഗൊന്നും തരുന്നില്ല. ചോദിക്കുമ്പോൾ അവൾക്കതൊന്നും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. ഞാനും നിച്ചും അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ നിച്ചു ആകെ ബഹളമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് കളിക്കാനായിട്ട് കൊടുത്തു. പിന്നെ അവൾ അതിലൊരു കളി തന്നെയായിരുന്നു. ഞാൻ ചോദിച്ചിട്ടൊന്നും തരുന്നുണ്ടായിരുന്നില്ല. ചേട്ടൻ ഒരു 20 minutes വന്നു കേട്ടോ. 30 minutes വേണ്ടി വന്നില്ല. 20 minutes ആയപ്പോഴേക്കും ചേട്ടൻ വന്നു. നിച്ചിനുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാറിൽ വെച്ച് നിച്ചിന് ഫുഡ് കൊടുത്ത് പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് അബുദാബിയിലുള്ള കരിക്ക് എന്നുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് നമുക്ക് പാർക്കിംഗ് പെട്ടെന്ന് തന്നെ കിട്ടി. അതും ആ റെസ്റ്റോറൻറ്റ് അടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടിയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ചില ദിവസമൊക്കെ നമുക്ക് പെട്ടെന്ന് പാർക്കിംഗ് കിട്ടും, ചില ദിവസമൊക്കെ കുറേ നേരം നോക്കി നടന്നാലേ പാർക്കിംഗ് കിട്ടുള്ളൂ. വീക്കെൻഡുകളിലൊക്കെ പാർക്കിംഗ് കിട്ടുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കരിക്കുന്നുള്ള റെസ്റ്റോറൻറ്റ്. ഇവിടെ വരാനുള്ള കാരണം നമ്മൾ ഒരു റീൽസ് കണ്ടു ഇൻസ്റ്റയിൽ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ കുറച്ച് കോംബോ ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ വന്ന മെനു കാർഡൊക്കെ നോക്കി അവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ആ വീഡിയോയിലുള്ള കോംബോ ഓഫേഴ്സൊക്കെ കഴിഞ്ഞു, 2-3 മാസം മുമ്പത്തെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആകെ പണി കിട്ടിപ്പോയി. നമ്മൾ അത് കണ്ട് മാത്രമാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്നത്. പിന്നെ നമ്മൾ മെനു കാർഡ് നോക്കി 2-3 ഐറ്റംസ് ഓർഡർ ചെയ്യായിരുന്നു. ഡ്രിങ്ക്സ് ആയിട്ട് ഞങ്ങൾ ഫ്രഷ് ലൈം ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് നമുക്കൊന്ന് പുറത്ത് നടന്ന് കുടിക്കാമെന്നും പറഞ്ഞാണ് അവിടെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചത്. കുടിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബോട്ടിൽ വേസ്റ്റ് വന്നു. അപ്പോൾ നമ്മൾക്കത് വേസ്റ്റ് ബിന്നിൽ ഇടാനായിട്ട് ചേട്ടൻ പോയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ കുറേ വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ നാടും ഒരുപാട് വൃത്തിയായിട്ട് ഇരുന്നേനായിരുന്നു. നമ്മുടെ നാട്ടിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇനി
നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇനി വേറെ പ്രത്യേകിച്ച് നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് ഞങ്ങളുടെ ഇങ്ങനെയായിരുന്നു. താങ്ക് യു. അച്ഛനും മോളും ഫ്രണ്ടിൽ നിന്ന് വണ്ടി ഓടിച്ചോളൂ കേട്ടോ. ഓക്കെ ബൈ. വരും നമ്മുടെ കൂടെ. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാട്ടോ ചാനൽ. പുതിയതായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ, സീ യു, ഗുഡ് നൈറ്റ്, ബൈ. ടാറ്റ കൊടുത്ത് നിച്ചു, ടാറ്റ.